എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുത്തും ചേട്ടായൊക്കെ കൂടി നമ്മുടെ സ്റ്റാലിയൻ സെക്കൻഡുമായിട്ട് ചെറിയൊരു ട്രിപ്പ് പോവാം. വണ്ടി ഒന്ന് ഓടിച്ചോണ്ട് വന്ന് ഇവിടെ ഇട്ടേ പിന്നീട് എവിടെയും പോയൊന്നുമില്ല. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് വണ്ടി എടുത്തു പോലില്ല. അപ്പൊ നിങ്ങളെന്നാ പോയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ വരുന്നില്ല. നടുവിന് സുഖചികിത്സ കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. നമ്മുടെ സ്റ്റാലിയനുമായിട്ടുള്ള ചെറിയൊരു ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പൊന്നു ആദ്യമല്ലേ ഇതൽ? അപ്പം സ്റ്റാലിയനിലുള്ള യാത്ര ഒന്ന് ആസ്വദിക്കാം ഇന്ന്. അപ്പോഴേ നമ്മളിന്ന് എരുമേലി സൈഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ ഒന്നെങ്കിൽ പാല, പൊൻകുന്നം അങ്ങനെ പോവാം, ഇല്ലെങ്കിൽ പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, 26 മൈൽ അങ്ങനെ പോവാം, കൂവപ്പള്ളിയൊക്കെ ചെന്ന്. ഇതെല്ലാം ഒരു ട്രിപ്പ് വരണമെന്നും പറഞ്ഞ് വരാൻ വേണ്ടിയിരുന്ന. അപ്പം വീട്ടിലോട്ട് പോകാം, ഞങ്ങൾ പോയിട്ട് വരാം. അടുത്ത ട്രിപ്പിന് നമുക്ക് പോവാം. അതെ, എന്നാ ഒരു ഓട്ടോ വിളിച്ചു പോക്കോ, അല്ലെ അമ്മ ഇങ്ങോട്ട് വരാൻ പറയാം. ഓടുമ്പോ വണ്ടി ഓടുമ്പോ സീറ്റ് എന്നാന്നറിയോ, കമ്പനി വന്ന സീറ്റ് വീണ്ടും അപ്പോൾസറി ചെയ്ത് പൊക്കിയേക്കുക. അപ്പൊ അതുകൊണ്ടാണ് സീറ്റ് ഇത്രയും പൊക്കം. മറ്റേ സീറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പിടിപ്പിച്ചാൽ മതിയായിരുന്നു. നമുക്ക് ആ ബെൽറ്റ് സീറ്റ്, ബെൽറ്റുള്ള പഴയ മോഡല അത് പിടിപ്പിക്കുക. അത് പിടിച്ച് ഇച്ചിരി സുഖമാണ്, പൊക്കം കുറയും, ഓടിക്കാനും സുഖമാണ്, ഇരിക്കാനും. ഇപ്പം ഈ വണ്ടി സീറ്റ് ആയിരിക്കുമ്പോൾ ഇത്ര കുലുക്കം വരുന്നതിൻ്റെ ഒരു കാര്യം ഇതാ, ഈ സീറ്റായതുകൊണ്ട്. ലൈവൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങാൻ നമ്മൾ താമസിച്ചു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും നല്ല സമയമാവുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നും പാലാ പൊൻകുന്നമല്ലേ പോകുന്നത്. അപ്പോൾ ഒരു പാല ഈരാറ്റുപേട്ട പോകാം, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി അങ്ങനെ പോകാം. നമ്മൾ പോകുന്നത് പാല, ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, കൂവപ്പള്ളി, എരുമേലി, മുക്കൂട്ടുതറ, പമ്പാവാലി വരെ അങ്ങ് പോയേക്കാം. അപ്പം ഇങ്ങോട്ട് പോകാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ആയുർവേദ മരുന്ന് ഒരാൾ അവിടെ കൊണ്ടുതരും, അതുകൂടെ മേടിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. നമുക്ക് ഈ മഴക്കാലം നമുക്ക് നല്ലപോലെ ഒന്ന് മഴ എക്സ്പ്ലോർ ചെയ്യണം, പ്രത്യേകിച്ച് കേരളത്തിലെ. ഇവിടെയൊക്കെ വൺ വേ ആക്കി കേട്ടോ, അങ്ങോട്ട് ഇതിലേ പോകാവുള്ളൂ. പാലാ ബൈപ്പാസ്, സെൻറ്റ് തോമസ് കോളേജ് പാലായി. ഇവിടെ തോക്കുമാരൻ്റെ വണ്ടിയിലായതുകൊണ്ടേ നല്ല ഹൈറ്റാണ്. നമ്മൾ 66 വീഡിയോ എടുക്കുന്നതിലും പൊക്കമാണ്. കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ബിഷപ്പ് പാല. ഇപ്പം പാലായ, പണ്ട് പാലായി എന്നായിരുന്നു എഴുതുന്നത്, പാലായി. PALAI അല്ലേ കണ്ടോ, ഇപ്പം പാലാന്നേ ഉള്ളൂ. ട്രിവാൻഡ്രം തിരുവനന്തപുരം ആയല്ലേ എന്ന് പറഞ്ഞ പോലെ. പാലായിന്ന് ശ്രദ്ധിച്ചില്ലേ? നോക്കിക്കോ, ഇത് എവിടെയൊക്കെ പാലാന്ന് എഴുതിയത്. ചിലയിടത്ത് പാലായിന്നാ, PALAI എന്ന് എഴുതിയേക്കുന്നത്, പക്ഷെ പാലാന്നേ ഉള്ളൂ, PALA. സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പാല. ഇവിടുന്ന് സാധാരണ നമ്മൾ വലത്തേക്ക് തിരിഞ്ഞ് പൊൻകുന്നം വഴിയല്ലേ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് പോവാം, ഈരാറ്റുപേട്ട വഴി. ഈരാറ്റുപേട്ട നേരെ ഈരാറ്റുപേട്ട, വലത്തോട്ട് ഭരണങ്ങാനം, ഈരാറ്റുപേട്ട, റൈറ്റിലേക്ക് പോയാൽ പൊൻകുന്നം. ഇത് നല്ല വഴിയാണ്. സമയം 2:15 കേട്ടോ, ബ്ലോക്കൊക്കെ കറക്റ്റാണ്. ഇത് പാലാപ്പള്ളിയുടെ കുരിശുപള്ളിയാണ്. പാല KSRTC ബസ് സ്റ്റാൻഡ്. അതും തീരുമാനിച്ചില്ല, എവിടെ സ്റ്റേ ചെയ്യാനാ. ഇതേ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലല്ലോ. ചവിട്ടുമ്പോഴൊക്കെ പെട്ടെന്ന് ചവിട്ടിയാൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ബാഗിൽ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ഇതാ, മഴയൊക്കെ പെയ്ത് എല്ലായിടവും നല്ല പച്ചപ്പായി, ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു. യാത്ര നല്ല സുഖമുണ്ട്. ഇതേലെ അന്ന് ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോൾ എന്നാ ചൂടായിരുന്നു. അയ്യോ, തിരുവനന്തപുരം പോയപ്പോഴത്തെ പറയാൻ വയ്യ, ഓർക്കാനൂടെ പറ്റിയല്ലോ, അതുപോലെ ആവുകയായിരുന്നു. തിരുവനന്തപുരത്തിന് മുത്ത് വരാഞ്ഞോണ്ട് അതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അതെ, അതെ, അത് തന്നെയല്ല. അവിടെ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ ആവിയല്ലേ, വേറെ തൊഴുവല്ലേ, എല്ലാം കഴിക്കണ്ടേ. മുത്ത് ചോറുണ്ടോ? അപ്പൊ നമുക്കിവിടെ ക്യാൻറ്റീൻ കാണും, ഇവിടുന്ന് കഴിക്കാം. സെൻറ്റ് അൽഫോൺസ തോം, ഭരണങ്ങാനം. അപ്പോൾ ഭരണങ്ങാനമായി നമ്മൾ
ഉള്ളടിച്ചോ. ഞാൻ ഓടിക്കാം. ഫുഡൊക്കെ കഴിഞ്ഞല്ലോ, ഒന്ന് റെസ്റ്റ് എടുത്തു. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്യുമ്പം കൊച്ചൊക്കെ ഇത്തിരി പ്രായമുണ്ട്, കണ്ണ് കാണാതെ ഇരുട്ട് കഴിയുമ്പോ. അപ്പൊ ഞാൻ ഓടിക്കാം. മറ്റേ വണ്ടി നമ്മുടെ 2010 മോഡല്, ഇത് 2012. ഞാൻ ഓടിച്ചിട്ട് അങ്ങനെ ഉണ്ട് വ്യത്യാസം. ഓടിച്ചിട്ട് ഓടിക്കുന്ന സുഖം പവർ കൂടുതലൊക്കെ ഇതിലാണ്. പവർ കൂടുതലുണ്ട്, പക്ഷെ ചില കുലുക്കം കൂടുതലുണ്ട്. അതെന്നറിയോ, ബൈക്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടുന്നേ അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട എത്തി. ഇവിടുന്ന് വാഗമണ്ണൊക്കെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ തൊടുപുഴ, മേലുകാവ് വഴി തൊടുപുഴ. പിന്നെ ഇത് ബൈപ്പാസ്, ഈരാറ്റുപേട്ട ബൈപ്പാസും കൂടെ. വാഗമണ്ണ് പോകണമെങ്കിൽ ഇതിലെ ലെഫ്റ്റ് ചെന്നിട്ട് കുറച്ചങ്ങ് ചെന്നിട്ട് റൈറ്റിലേക്ക് കയറിപ്പോയാൽ. അപ്പോൾ നമുക്ക് കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പോവാം. പൂഞ്ഞാർ 5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. ഈരാറ്റുപേട്ട ഹൈറേഞ്ചിൻ്റെ കവാടം എന്ന് പറയാം. ഇതിലേയും വാഗമണ്ണൊക്കെ കയറിപ്പോന്നല്ലേ. അതുപോലെ തന്നെ ഒരു കവാടമാണ് മുണ്ടക്കയവും, ഹൈറേഞ്ചിൻ്റെ കവാടമാണ്. അല്ലല്ല, ഹൈറേഞ്ചിൽ അവിടെ നിന്നാണ് പിന്നെ കയറുന്നത്. അതുപോലെ തൊടുപുഴയും. അപ്പോൾ ഇതിലേ പോയാൽ പൂഞ്ഞാറ് പാതാമ്പുഴയൊക്കെ കൂടി മുണ്ടക്കയം പോകാം കേട്ടോ, ആ വഴിക്ക് പോയാൽ. അത് നമ്മൾ ഇന്നാൾ ഒരു പ്രാവശ്യം പോയതാണ്. ഇത് കാഞ്ഞിരപ്പള്ളി. ഇത് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഈരാറ്റുപേട്ടയാണ്. കാഞ്ഞിരപ്പള്ളിക്കുള്ള റൂട്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഈരാറ്റുപേട്ട, ചേനപ്പാടി, കാഞ്ഞിരപ്പള്ളി. ഈ പണ്ടുവേ ഒത്തിരി വർഷം പഴക്കമുള്ള പാലമാണ്. ഈ ആർച്ച് ചെറുപ്പത്തിൽ വരുമ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ വരുമ്പോഴത്തെ മെയിൻ ഒരു ഈ സ്ഥലമായെന്ന് അറിയുന്ന ഈ ആർച്ച് പാലം കാണുമ്പോഴാണ്. ഈരാറ്റുപേട്ടയിലെ അരുവിത്തുറപ്പള്ളി. ഇത് ചേന്നാട്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ചേന്നാട്. അമ്മയുടെ ഒരു ചേട്ടത്തെ ചേന്നാട് കടിച്ചിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പം അങ്ങനെ പണ്ട് മുതലേ ചേന്നാട് നമ്മൾ വന്നിട്ടുള്ളത്, അതുകൊണ്ട് നല്ല പരിചയമാണ്. നമ്മൾ വരുന്നതിന് മുമ്പ് നല്ല അടിപൊളി ഒരു മഴ പെയ്തങ്ങ് മാറിയതേ ഉള്ളൂ. വെയിൽ കാണാൻ പാറ, ഈ സ്ഥലപ്പേരാ വെയിൽ കാണാൻ പാറ. വെയിലുണ്ടല്ലോ, അതുകൊണ്ടാ. ചേന്നാട് മാളിക. ഇതിലേ പോയാൽ ആ വഴിയിലേക്ക് ചെല്ലും ഈ റോഡ്. ചേന്നാട് കഴിഞ്ഞിട്ടാ മാളിക. അപ്പം ഇതാണ് തിടനാട്. ഇതിലേ റൈറ്റിലേക്ക് പോയാലും പറഞ്ഞാലും ചെല്ലാം, ഒരു ഷോർട്ട് കട്ടാണ് അത്. ഈരാറ്റുപേട്ട പോകാതെ നമുക്ക് പോകാം. ചങ്ങലപ്പാലം. പാലമൊന്നും കാണുന്നില്ല. കരിമ്പൻ ഓലി, വാര്യാനിക്കാട്. നമ്മളിപ്പോ കണ്ട അരുവിത്രപ്പള്ളി ഇല്ലേ, അത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ്. അതിന് 1875 വർഷം പഴക്കമുണ്ട്. AD 151 എഴുതിയേക്കുന്ന കണ്ടില്ലായിരുന്നോ? 1875 വർഷം എന്ന് പറയുമ്പോ എത്ര തലമുറ. അതെ, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് ലീഹ നേരിട്ട് സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് ഈ പള്ളി. ഇതാണ് പിണ്ണാക്കനാട്. ഇവിടുന്നൊക്കെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ. നമ്മൾ ഉണ്ടാക്കാൻ പോകാനും ഒക്കെ നമ്മൾ പിന്നെ മെയിൻ റോഡെ തന്നെയാണ് വരുന്നത്. പോലീസ് സ്റ്റേഷൻ പിണ്ണാക്കനാട്. തിടനാട് പോലീസ് സ്റ്റേഷനാണ് പിണ്ണാക്കനാടിനാണ് ഉള്ളത്. എനിക്കുണ്ടല്ലോ ഏറ്റവും പോവാൻ മടിയുണ്ടായിരുന്ന സ്ഥലം ഈ വാഗമണ്ണും മുണ്ടക്കയും ഒക്കെ. എന്നാന്ന് പറയാ, നേരത്തെ വെക്കേഷൻ ആകുമ്പം അമ്മയോടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോകുന്ന അങ്ങോട്ടല്ലായിരുന്നു. എന്നോട് ഫ്രണ്ട്സ് എന്നിട്ട് കമ്പനിയോട് പറയും നമുക്കെന്നാ വാഗമണ്ണിന് പോവാം. ഞാൻ പിന്നെ എന്തിനോ വാഗമണ്ണിന് പോയിട്ട് ഞാൻ എപ്പോഴും സ്ഥിരം അതിന് ഫ്രണ്ടിൽ കൂടെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. എന്നാണെങ്കിലും ഇപ്പം വ്ളോഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത്തിരി ആശ്വാസമായത്. വെക്കേഷന് കുറച്ച് ലോങ് ട്രിപ്പുകളൊക്കെ കിട്ടും. അല്ല എന്നും വാഗമണ്ണ്, പക്ഷെ വാഗമണ്ണ് നല്ലല്ലേ? വാഗമണ്ണ് നല്ല പോയി നിൽക്കാൻ നല്ല. ഇപ്പൊ വാഗമണ്ണ് ഇഷ്ടമാ, കാരണം എപ്പോഴും പോകുന്നില്ലല്ലോ. ഇല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ, ഓണമായി പോവാ, ക്രിസ്മസ് ആയി പോവാം, ഇങ്ങനെ എല്ലാ ഇടയ്ക്കും അങ്ങോട്ട് എപ്പോഴും അതിലെ പോകുന്നുണ്ടാ. പക്ഷെ വാഗമണ്ണ് ഇപ്പൊ നല്ല ഇതാ, മൂന്നാർ പോലെ തന്നെ ഇപ്പൊ നല്ല അതിനാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത്. എന്തായാലും ആൾക്കാർ വാഗമണ്ണ് കാണാനായിട്ട് വരുന്നേ. അങ്ങനെയല്ല, പക്ഷെ ഇപ്പൊ വിലയുണ്ട് വാഗമണ്ണ്. ഇപ്പൊ എനിക്ക് ഇഷ്ടമാ പോകുന്നത്, മനസ്സിലായില്ലേ? പണ്ട് ചെറുതായിരുന്നപ്പോ. അപ്പൊ ഇതൊരു കാളകെട്ടിയാണ് സ്ഥലം. കാളകെട്ടി നമുക്ക് ഓരോരുത്തറിനടുത്ത് ഒരു കാളകെട്ടിയുണ്ട്. ഇതും ഒരു കാളകെട്ടിയാണ്. ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല. ശരി, അപ്പുറം വരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? നനഞ്ഞിട്ട് പോലും ഇല്ല. എലിക്കുളം. എലിക്കുളം ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് പൈക. എലിക്കുളം ഒന്നും കേട്ടിട്ടില്ലായിരുന്നോ? ഇല്ല. എലിക്കുളം ഇവിടെ അടുത്ത സ്ഥലം തന്നെ. വീട് വെക്കുമ്പോ എവിടെ വീട്? എലിക്കുളം. എലിയുള്ള കുളം. അതെ, നമ്മളിപ്പോ ഈ വരുന്നേ ഈരാറ്റുപേട്ടയും കാഞ്ഞിരപ്പള്ളിയൊക്കെ പണ്ട് കാലത്തൊക്കെ ഈ സ്പൈസസിന്റെ ഒക്കെ കച്ചവടമൊക്കെ മെയിൻ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ. ഹൈറേഞ്ചിൽ നിന്ന് ഇങ്ങോട്ടല്ലായിരുന്നു മെയിനായിട്ട് വരുന്നത്, മെയിൻ ഏരിയകളായിരുന്നു. പിന്നെ കാഞ്ഞിരപ്പള്ളി റബ്ബറൊക്കെ ഭയങ്കര ഇതല്ലേ, റബ്ബറിന്റെ കേന്ദ്രമല്ലേ കാഞ്ഞിരപ്പള്ളി. ഒരു ഡയലോഗ് ഇല്ലെന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയുമെന്ന്. അപ്പൊ അത്ര നല്ല മണ്ണും നല്ല സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഇതിനകത്ത്. മാർസ്ലീവ തീർത്ഥാടന ദൈവാലയം, കപ്പാട്, കോഴിയാനി റോഡ്.
കുമളി വണ്ടിയാ, എറണാകുളം കുമളി വണ്ടിയാ. കൊച്ചിൻ തേക്കടി. അതെ, അതേതോ പ്രൈവറ്റ് വണ്ടിയുടെ പെർമിറ്റ് ആയിരുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി അല്ലേ. 3-ാം മൈൽ. നമുക്ക് അധികം ഗ്രാമങ്ങളില്ല. ഇതൊക്കെ ഗ്രാമങ്ങളല്ലേ? ടൗണ് ഗ്രാമങ്ങൾ എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ഇപ്പൊ നമ്മളിപ്പോ മേഘാലയയിലോ ഒക്കെ ചെല്ലുന്ന പോലെ എല്ലാ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധ സൗകര്യങ്ങളുണ്ട്. ഗ്രാമങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേരളത്തിലെ ജനസംഖ്യ എത്ര ബാക്കി സംസ്ഥാനങ്ങളിലെ ഈ ചെറിയ സംസ്ഥാനത്ത് ഇത്രയും ആൾക്കാരില്ലേ, ജനവാസം കൂടുതലുണ്ട് കേരളത്തില്. റംബൂട്ടാന്റെ തയ്യാ അതെയോ ഇത്തിരി ഉണ്ടല്ലോ അവിടെ വഴിയിൽ ഇഷ്ടംപോലെ മംഗോസ്റ്റിനും റംബൂട്ടാനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പം ഈ റംബൂട്ടാനും മംഗോസ്റ്റിനും ഇഷ്ടം പോലെ ഈ കാഞ്ഞിരപ്പള്ളി ഏരിയയിലുണ്ട്. എൻജിൻ സൗണ്ട് അങ്ങനെ ഉണ്ട്, നല്ല മുഴക്കമല്ലേ? കാവണ്ടിക്ക് ഇത്ര മുഴക്കമില്ല കേട്ടോ. ഇല്ല, എനിക്ക് ഇതിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടി. അതാ ഹൈവേ കൂടെ പോകുമ്പോഴേ നല്ലപോലെ കാലം കൊടുക്കും സൗണ്ട് കേൾക്കും. നല്ല രസമായിരുന്നു ഇങ്ങോട്ട് വരാൻ നേരത്തെ സൗണ്ട്. ഗവൺമെന്റ് LP സ്കൂൾ ആനക്കല്ല് ഉണ്ടോ? സ്ഥാപിതം 1920. 1920 ഇതുപോലെ പഴയ കുറെ സ്കൂളുകളും ബിൽഡിങ്ങുകളും ഉണ്ട്. ഈ സ്ഥലപ്പേരാണ് ആനക്കല്ല്. ആനക്കല്ല് കോരത്തോടിനടുത്ത് ഒരു ആനക്കല്ലുണ്ട് കേട്ടോ. ഇപ്പൊ കാളകെട്ടി നമ്മൾ കണ്ടു. കാളകെട്ടി വരുന്നതിനടുത്തുണ്ട് മറ്റേ അമ്പലമില്ലേ നമ്മുടെ ആയിരിക്കാം. സെന്റ് ആന്റണീസ് ചർച്ച് ആനക്കല്ല്. കൈത കൃഷി ഉണ്ടോ? പൈനാപ്പിൾ കൃഷി. ഇവിടെ ഈ ആനക്കല്ല് ആനയുടെ ഷേപ്പുള്ള വല്ല കല്ലുണ്ടാവും, അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ ആമപ്പാറയെന്നൊക്കെ പറയുന്നത് എന്താ? ആ പാറയ്ക്ക് ആനയുടെ ആനയല്ലല്ലോ, ആമയുടെ ഷേപ്പല്ലേ? 1-ാം മൈൽ. ഈ സിക്കിമിലും മേഘാലയയിലും ഒക്കെ നമ്മള് മൈലുണ്ടായിരുന്നു. നമ്മള് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ പിന്നീടുണ്ടല്ലോ സാധാരണ പോകുന്ന പോലെ എന്നല്ല, വഴി ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പൊ നിസ്സാര ആ സ്കൂള് 1920 സ്കൂള്, അല്ലെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കോ? ഇല്ല, നേരെ അങ്ങനെ അങ്ങ് പോകത്തില്ല. സ്കൂൾ പോലും ശ്രദ്ധിക്കുകയല്ല. ഇല്ല, ഒരുപാട് അറിവ് കിട്ടും അതുകൊണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, നേരത്തെ ഈ കൃഷ്ണയും കാവേരിയൊക്കെ ഒന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പൊ അതൊക്കെ കാണാപ്പാടാ. ഇല്ല, ഞങ്ങള് എത്ര വർഷം നമ്മള് ലോറിയിൽ പോയി, ഓരോ സ്ഥലത്തെ കൃഷിയോ അത് എന്നാന്ന് പോലും നോക്കാറില്ലായിരുന്നു. അത് നമ്മൾ വ്ളോഗ് ചെയ്യുന്നോണ്ട് പിന്നെ നമ്മള് ജലജ വരാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും തുടങ്ങി. ഏത് കൃഷി കണ്ടാലും അന്നേരം നോക്കും, എന്തെല്ലാം കൃഷികൾ നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് അറിവ് കിട്ടും. ഏത് വഴി പോയാലും നമ്മൾ ശ്രദ്ധിക്കും. വ്ളോഗ് ചെയ്യുന്നില്ല, ചുമ്മാ പോയാലും ശ്രദ്ധിക്കും, ചുമ്മാ പോയാലും നോക്കും. പിന്നെ കേരളത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ടൗണുകൾ തൊട്ടടുത്ത് അടുത്തടുത്ത് ടൗണുകൾ വന്നുകൊണ്ടിരിക്കും. ടൗണില്ലാത്ത സ്ഥലമില്ലല്ലോ. അപ്പൊ ഇതേ കാഞ്ഞിരപ്പള്ളിയായി. അപ്പൊ നമ്മള് KK റോഡിൽ വന്ന് കയറി. ഇത് റൈറ്റിലേക്ക് പോയാൽ പൊൻകുന്നം കോട്ടയം, ലെഫ്റ്റിലേക്ക് കുമളി, മുണ്ടക്കയം കുമളി. അപ്പൊ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി 26-ന് റൈറ്റ് എടുത്ത് എരുമേലിക്ക് പോവാം. അതെ, ഇടത് മാറി വലത് മാറി പോവാം. അല്ല, ഓടിച്ചു മടുത്തോ? ഞാൻ ഓടിക്കണോ? ഞാൻ ഓടിച്ചോളാം. ചാടുന്നതിന് സുഖം അവിടെ ഇരിക്കുന്ന. അല്ല, വലിയ കുലുക്കമില്ല, വഴി നല്ലതായോണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പ്രായമായില്ലേ ആശാൻ? ഇപ്പൊ പ്രായമായി. രാവിലെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ 19 വയസ്സായിട്ട് കുഞ്ഞ് എന്നാ വിളിക്കുന്നത്. പ്രായമായി, പേര് കുറച്ച് യങ്ങാന്നേ ഉള്ളൂ. ഇതാണ് അച്ഛൻ ജനിച്ച ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിലപ്പോ നല്ല വർഷം പഴക്കമുണ്ടല്ലോ. പിന്നെ വലിയ വർഷം പഴക്കമൊന്നുമില്ല അല്ലടാ, വലിയ പഴക്കമൊന്നുമില്ല. ആദ്യം പഴക്കം കാണും. ഈ റാണി ഹോസ്പിറ്റലില് വരുമ്പോ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമേ, പണ്ട് ചെറുപ്പത്തില് അത് കഴിഞ്ഞ എപ്പോഴോ ഈ ആശുപത്രിയില് അമ്മയ്ക്ക് എന്താ വയ്യാഞ്ഞിട്ടോ അഡ്മിറ്റ് ആയിരുന്നു. അപ്പം രാത്രി ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കി. അപ്പൊ നമ്മുടെ കുഞ്ഞാന്റെയാ കൂടെ ഉള്ളേ, ചായയുടെ അമ്മ. അപ്പൊ ഞാൻ ഭയങ്കര കാർച്ചയാ. അപ്പൊ ആന്റി പറഞ്ഞു വീട്ടിൽ പോകണമെന്നും പറഞ്ഞ, വീട്ടിൽ പോകാനൊന്നും വണ്ടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. തൊട്ടടുത്തല്ലേ KK റോഡ്. അന്നേരം ചോദിക്കുന്നത് ചെറുപ്പല്ലേ, പിന്നെ എന്നെയാണ് ഈ പോകുന്നതെല്ലാം ചോദിച്ചിട്ട്, വണ്ടി റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കല്ലേ, വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ പോകുന്നതല്ല എന്നാന്ന് ചോദിച്ചോണ്ടാ കാരണം. അപ്പോഴേ KK റോഡ് നേരെ പോകും. എരുമേലി റൈറ്റിലേക്ക് 12 കിലോമീറ്റർ, ശബരിമലയ്ക്ക് 57 കിലോമീറ്റർ. അപ്പൊ ഇതാണ് 26-ാം മൈല്. നമ്മള് റൈറ്റിലേക്ക് എരുമേലി റോഡിൽ നേരെ പോയ മുണ്ടക്കയം, കട്ടപ്പന, കുമളി, പീരുമേട്, പാമ്പനാറ്, പെരിയാറെല്ലാം പോവാം.
ഏലപ്പാറ. ഇങ്ങോട്ടെല്ലാം റബ്ബർ തോട്ടങ്ങളാണ് കൂടുതലും. റബ്ബറെല്ലാം പാവാട ഉടുപ്പിച്ചേക്കുന്നുണ്ടോ, പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നുണ്ടോ? അപ്പം അതിനുള്ള നാടൻ ഭാഷയാണ് പാവാട ഇടുക എന്ന് പറയും. അത് ഈ മഴക്കാലത്ത് റബ്ബർ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത്. ഇതിന്റെ അകത്ത് എന്തേലും കൊതുകുണ്ടാവും അല്ലേ? കൊതുകാണ് ഏതിനകത്ത്? റബ്ബർ തോട്ടത്തിൽ. അതെന്നാന്നറിയോ, ഈ പാല് എടുത്തിട്ട് ചിരട്ട കമർത്തി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചിരട്ടക്കകത്ത് വെള്ളം നിന്നാലാണ് കൊതുക് ഉണ്ടാകുന്നത് കൂടുതൽ. ഈ കൈതക്കകത്തൂടെ ഇവിടെ റബ്ബർ പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? ആ കൈത എപ്പോഴാ വെക്കുന്നതെന്നറിയോ? ആ ഇടവേള കൃഷി. റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ തൈ വെക്കല്ലേ, വെട്ടി വെച്ച് പ്രായം റബ്ബർ വെട്ടി വെക്കുമല്ലോ, അത് കഴിയുമ്പോ തൈ വെക്കുന്ന കൂടാണ് ഈ കൈത വെക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു 3-4 വർഷം കൈത കൃഷി ചെയ്യാം. കറക്റ്റ് എനിക്കറിയത്തില്ല. എന്നുവെച്ചാൽ കൃഷിയായിട്ട് നമുക്ക് വലിയ ബന്ധം ഇല്ലാത്തതുകൊണ്ട്. അതെ, വണ്ടിയുടെ കാര്യം വല്ലതും ചോദിക്കുകയാണെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് പൂവപ്പള്ളി, ചെറിയൊരു ടൗൺ. ഇത് ഒരു കൊരട്ടിയാണ്, എരുമേലി കൊരട്ടി. കൊരട്ടി പാലം, മണിമലയാറാണ് ഈ ഒഴുകുന്നത്. അപ്പം ഇതാണ് വാവരുപള്ളി, റൈറ്റ് സൈഡിലെ എരുമേലിയിലെ വാവരുപള്ളി. ശബരിമല സീസണിൽ അയ്യപ്പന്മാരെല്ലാം ഈ തൊട്ടടുത്ത ലെഫ്റ്റ് സൈഡിലാണ് കൊച്ചമ്പലം. അമ്പലത്തിൽ കയറിയിട്ട് ഇവിടെയും അയ്യപ്പന്മാർ കയറിയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഇതാണ് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, എരുമേലി കൊച്ചമ്പലം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിലെ ബസ് സ്റ്റാൻഡിൻ്റെ അതിലേ കയറി നമുക്ക് അങ്ങോട്ട് പോകാം, മുക്കൂട്ടറയ്ക്ക് അല്ലേ. എരുമേലിയിൽ അങ്ങനെ 94 തൊട്ട് 98 വരെ ഹോട്ടലുണ്ടായിരുന്നു നമുക്ക്. അതിൽ 94 തൊട്ട് 96 ആയപ്പം പപ്പ മരിച്ചുപോയി. ഇവിടെ വെച്ച പപ്പ മരിക്കുന്നത്. പിന്നെ 2 വർഷം ഞങ്ങൾ തന്നെ ഹോട്ടൽ നടത്തി. അത് കാണിക്കാം, അറിയത്തില്ല എവിടെയാന്ന്. കാണിക്കാം. എരുമേലിയിൽ ഈ റൈറ്റ് സൈഡിൽ ആ കടയൊക്കെ ഇപ്പം ഹോട്ടലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതുണ്ടോ ഈ ലാസ്റ്റ് ഇപ്പം അത് ഉണ്ട്, ചെറിയൊരു കടയുണ്ട്. അല്ലല്ല, ഇതായിരുന്നു. ഇതല്ലേ? അല്ല, അത് പൊളിച്ച് പണിതാ. ഇതുണ്ട്, ഈ ചായക്കടയാ. അല്ലല്ല, മെഡിക്കൽ സ്റ്റോറിൻ്റെ ചെറുതായിരുന്നു. അവിടെ ആയിരുന്നു, അത് പൊളിച്ച് പറഞ്ഞതാ ബിൽഡിംഗ് ആയി കഴിഞ്ഞ്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയിരുന്നു. അവിടെ ഒരു 4 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. അന്നത്തെ ബിൽഡിംഗ് അല്ല അത് പൊളിച്ച് പണിത്. എന്താ റംബുട്ടാൻ നെറ്റിട്ട് നിർത്തിയേക്കുന്നത്? ഞാൻ പഠിച്ച സ്കൂൾ അവിടെ കേട്ടോ, 8 തൊട്ട് 10 വരെ പഠിച്ച വാവർ മെമ്മോറിയൽ ഹൈസ്കൂൾ 1968 അത്രയും പഴക്കമുള്ള സ്കൂളിലല്ലേ പഠിച്ചത്. അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. അതെന്നാ 8 തൊട്ട് 10 വരെ പഠിച്ചുള്ളൂ, പഠിക്കാൻ പോയില്ല. അത് സ്കൂളിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ അധികം പഠിക്കുന്നേ? അതെ, എന്തേലും അതെ, ഇത് മതിയല്ലോ, എന്തേലും ആയല്ലോ. അത് ഇവിടത്തെ റബ്ബർ എല്ലാം വെട്ടിയല്ലോ. റബ്ബർ വെട്ടി അടുത്ത പുതിയ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാ. കൈത വെക്കാൻ പോകട്ടോ. കൈത വെക്കുവാണോ? കൈതക്കുള്ള കാനിയാ കൊണ്ടായിട്ട് വെക്കുന്നത്, അവിടെ നടാൻ വേണ്ടിട്ടുള്ള. റബ്ബർ തൈയും വെക്കും, കൈതയും വെക്കും. പിന്നെ 3-4 വർഷം പൈനാപ്പിൾ. പൈനാപ്പിൾ അതുകൊണ്ട് തന്നെ അത് റബ്ബറിന് നല്ലതുവാ. ഇവിടെ ഈ റബ്ബർ തോട്ടത്തിന്റെ അകത്തൂടെ നല്ലൊരു തോട് ഒഴുകുന്നു. മഴയല്ലേ, ചാടി കുളിക്കാൻ. നമ്മളീ പോകുന്ന എരുമേലി മുണ്ടക്കൻ റൂട്ടിലാണ്. അതുപോലെ തന്നെ എരുമേലിയിൽ നിന്ന് അയ്യപ്പന്മാർ കാൽനടയായിട്ട് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ഒരു റൂട്ടും ഇതാ. ഇതിലെ നേരെ പോവും. നമ്മളിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് മുക്കൂട്ടുതറ കയറി മുണ്ടക്കയത്തിന് നേരെ തന്നെ പോകും. അപ്പോൾ നമ്മൾ എരുമേലി കഴിഞ്ഞു, നേരെ മുക്കൂട്ടുതറ പമ്പാവാരി ശബരിമല പോകുന്ന റൂട്ടിലാണ്. ഇന്നങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നോ? ഇന്ന് ഇവിടെ എങ്ങനെ സ്റ്റേ ചെയ്യുന്നോ? എങ്ങനെ ഐഡിയ? സ്റ്റേ ചെയ്യാൻ സൗകര്യം കിട്ടിയാൽ സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ആ വനത്തിൽ പോയി താമസിക്കായിരുന്നു. മറ്റേ അന്ന് നമ്മള് നിലയ്ക്കല് പോയില്ലേ, ഇതും കൊണ്ട് കയറിപ്പോ നല്ല രസമായിരിക്കും. അല്ല, ആനക്ക് എളുപ്പമുണ്ട്. എന്നാന്നറിയോ, അതൊക്കെ ഇങ്ങനെ തുമ്പിക്കേക്ക് പിടിച്ചാൽ മതിയില്ല. അത്രയും പൊക്കത്തിൽ തന്നെ ആയതുകൊണ്ട്. അല്ല, ഉണ്ടെങ്കിൽ ചിലപ്പം മഴയൊക്കെ ആയതുകൊണ്ട് കാണുകയല്ലായിരിക്കും. ആനയൊന്നും കാണുന്ന മൃഗങ്ങളൊന്നും കാണുകയില്ല. വേണേ ചുമ്മാ പോയി അവിടെ സ്റ്റേ ആയിട്ട് നാളെ രാവിലെ ആയിട്ട് പോരാം. അവിടെ ഫുഡൊന്നും ഇല്ല. ഫുഡൊക്കെ വേറെ എല്ലാം കഴിച്ചിട്ട് പോകണം, എല്ലാം മേടിച്ചോണ്ട് പോകണം. എന്നാ പറയാനാ, ഒരു സ്റ്റവ് എടുത്ത് വെക്കണ്ടായിരുന്നു.
ആ മഴയായോണ്ട് അല്ല ഇവിടെ വെച്ച് വെക്കായിരുന്നു. ആ ചെറിയ സ്റ്റവ് എടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. കുഞ്ഞല്ലേ നമ്മുടെ പോർട്ടബിൾ ഉള്ളേ, അത് എടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. വെള്ളമാണെങ്കിലും ചൂടാക്കായിരുന്നു. അതുണ്ടായിരുന്നു നല്ലായിരുന്നു. എന്നാന്നറിയോ, ഇവിടെ നമ്മൾ പണ്ട് ലൈലന്റെ കുക്ക് ചെയ്തോണ്ടിരുന്നാലും ഇവിടെ വെച്ച് കുക്ക് ചെയ്യായിരുന്നു. അത്ര ഓർത്തില്ല. റൈറ്റിലേക്ക് പോയാൽ എരുമേലിക്ക് 5 കിലോമീറ്റർ, ലെഫ്റ്റിലേക്ക് പോയാൽ മുക്കൂട്ടുതറ കുറച്ച് ദൂരം ഉള്ളൂ, 1.5 കിലോമീറ്റർ ഉള്ളൂ. എരുമേലി മുക്കൂട്ടുതറ റോഡായിരുന്നു. നമുക്ക് ഇനി ലെഫ്റ്റിലേക്ക് പോകാം. മുക്കൂട്ടുതറയിലെ ഒരു ഹോസ്പിറ്റലായത് അസീസി ഹോസ്പിറ്റൽ. ഇത് ഒത്തിരി പണ്ട് തൊട്ടുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുക്കൂട്ടുതറ. ഇവിടെ ഉത്സവത്തിനൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുക്കൂട്ടുതറ. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ചാത്തന്തറ, പിന്നെ അവിടെ ഒരു പെരുന്തേനരുവിയും, പിന്നെ അവിടെ കുറച്ച് സ്പോട്ടുകളുണ്ട്. ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഇടകടത്തി, നേരെ പോയത് ശബരിമല, 41 കിലോമീറ്ററേ ഉള്ളൂ. ശബരിമല, പമ്പാവാലി, മുട്ടപ്പള്ളി 40 ഏക്കറായത്. ഇത് നല്ലൊരു കയറ്റമാണ്. ഇത് കയറി ചെല്ലുന്നത് എരുത്തുവാപ്പുഴ. ഇവിടെ നമ്മുടെ ഒരു വീടുണ്ട്, അവിടെ നിന്ന് കയറിയിട്ട് പോവാ. എരുത്തുവാപ്പുഴ അവിടെ നോക്കിയേ കോട. മുകളിലേക്ക് നോക്കിയേ. നമ്മളിപ്പോൾ ചെറിയൊരു വഴിക്കൂടെ ഈ മല മുകളിൽ കയറി ഒന്ന് കയറിപ്പോകാന്ന് ഓർത്ത് പോയാൽ കണ്ട മുകളിലോട്ടെല്ലാം മഞ്ഞ, ഇതെല്ലാം കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കയറിയിട്ട് പോന്നു. പിന്നെ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ആരും സിനിമയിൽ എടുത്തില്ല. അപ്പോൾ സമയം 6:30 6:45. ഇവിടെ ഭയങ്കര ഒരുപാട് വണ്ടികൾ അപകടത്തിൽപ്പെടുന്ന സ്ഥലമാണ് ശബരിമല സീസണിൽ, അയ്യപ്പന്മാരുടെ വണ്ടികൾ. അപ്പം ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചിറങ്ങിപ്പോവുക കേട്ടോ. ആയിക്കോട്ടെ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് രാത്രിക്കാണ് പോകണ്ടേ. ആനയൊക്കെ കാണുമെന്നാ പറഞ്ഞേ. മെയിൻ ഡ്രൈവറെ കൊടുക്കണോ? എന്നാ പിന്നെ നമുക്ക് ശബരിമല വനത്തിലൂടെയുള്ള രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.